നിങ്ങളുടെ കയ്യിലേക്ക് ഒരാളൊരു സാധനം തരികയാണ്. ഒരു കയ്യിൽ വളരെ ഒതുക്കത്തി പിടിക്കാൻ കഴിയുന്ന ഒരു കുപ്പി വെള്ളത്തേക്കാൾ ഭാരം കുറഞ്ഞ വളരെ ചെറിയൊരു സാധനം. കുട്ടികളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ലോകമെമ്പാടുമുള്ള ടോയ് സ്റ്റോറുകൾ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് വിറ്റഴിക്കുന്ന ഒരെണ്ണം. ഒറ്റ നോട്ടത്തിൽ അതിൽ അസാധാരണമായിട്ട് യാതൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് തോന്നും. പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഈ ചെറിയ പ്ലാസ്റ്റിക് കട്ട ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായിട്ടുള്ള മാത്തമാറ്റിക്കൽ രൂപങ്ങളിലൊന്നാണ്. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ യുദ്ധങ്ങളിലൊന്നിൻ്റെ പ്രഭവ കേന്ദ്രമാണ്. 450 ദശലക്ഷം 500 ദശലക്ഷം എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ലോകം ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒന്ന്. 50 വർഷമായി ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇതിങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. 2022 എന്ന ഒറ്റ വർഷം മാത്രം ഏകദേശം ഒരു 60 ലക്ഷം ക്യൂബുകളാണ് വിറ്റഴിഞ്ഞത്. 75 ദശലക്ഷത്തിലധികം ഡോളറിൻ്റെ വിൽപ്പനയാണ്. ഒരൊറ്റ ഡിസൈൻ, ഒരൊറ്റ ആശയം, ഇത്രയും കാലം ഇത്രയും സ്ഥിരതയോടെ പണം ഉണ്ടാക്കി കൊടുത്ത മറ്റൊരു ഉൽപ്പന്നം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. മിക്ക കളിപ്പാട്ടങ്ങളും ഒരു സീസൺ വരെയൊക്കെ ജീവിക്കും, പരമാവധി ഒരു 10 വർഷം. ഇത് 50 വർഷമായിട്ട് ഒരേ വേഗതയിൽ ഇങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാണുന്ന ചെറിയ സാധനത്തിന് എത്ര വ്യത്യസ്തമായ രൂപങ്ങളിൽ അല്ലെങ്കിൽ എത്ര രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകളിൽ നിലനിൽക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്? എത്ര ആളുകൾ ഇത് വാങ്ങിയിട്ടുണ്ട് എന്നോ ഇതിൽ എത്ര നിറങ്ങളുണ്ട് എന്നോ അല്ല നമ്മൾ ചോദിക്കുന്നത്. എത്ര തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ ഊഹിക്കുന്നത് ഒരു 1000കണക്കിനൊന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദശലക്ഷം എന്ന് പറഞ്ഞേക്കാം. 1 ബില്യൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയൊരു സംഖ്യയായി തോന്നാം, 100 കോടി. യഥാർത്ഥ ഉത്തരം ഇതിൻ്റെ ഒന്നും അയലത്തോലും എത്തില്ല എന്നതാണ് സത്യം. ഈ സാധനത്തിന് കൃത്യമായിട്ട് പറഞ്ഞാൽ 43 ക്വിൻറ്റിലിയൻ വ്യത്യസ്ത അറേഞ്ച്മെൻറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായ സംഖ്യ പറഞ്ഞാൽ ഈ കാണുന്ന അത്രയും സാധ്യതകൾ. ഇത് എത്രമാത്രം വലുതാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ തലച്ചോറിന് ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം ശരിക്കും സങ്കല്പിക്കാൻ കഴിയില്ല. ഒരാൾ ഈ ഒരു സാധനം കയ്യിൽ പിടിച്ച് ഒരിടത്തിരിക്കുകയാണ്. അയാൾ ഓരോ സെക്കൻഡിലും ഓരോ പുതിയ അറേഞ്ച് വീതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നില്ല, ഒരു നിമിഷം പോലും വിശ്രമിക്കുന്നില്ല. ആ ഒരൊറ്റ വ്യക്തിക്ക് ഇതിലെ എല്ലാ പാറ്റേണുകളും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി മാത്രം ഏകദേശം 1.37 ട്രില്യൺ വർഷം വേണ്ടി വരും. നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ട് തന്നെ വെറും 13.8 ബില്യൺ വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം. അതായത് ഈ വ്യക്തി ഓരോ സെക്കൻഡിലും പുതിയ പാറ്റേൺ ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ പ്രപഞ്ചം ഇതുവരെ നിലനിന്ന സമയത്തിൻ്റെ 100 മടങ്ങ് സമയം കഴിഞ്ഞാലും അയാൾ ആ പണി നിർത്താതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കളിപ്പാട്ടക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു കുഞ്ഞു സാധനത്തിൻ്റെ ഉള്ളിലാണ് ഇത്രയും കോംപ്ലക്സിറ്റി ഉള്ളത്. എന്നാൽ അതല്ല ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം. ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് എത്രത്തോളം കുഴപ്പത്തിലാക്കിയാലും എത്ര അലങ്കോലമായി ഈ 43 ക്വിൻറ്റിലിയൻ പാറ്റേണുകൾ ഏത് പാറ്റേണിൽ കൊണ്ടുവച്ചാലും ഇതിനെ തിരിച്ച് പഴയപടിയാക്കാൻ, അതായത് എല്ലാ ഫേസും ഒരേ നിറത്തിലാക്കാൻ നമുക്ക് ഉറപ്പായും സാധിക്കുന്നൊരു വഴിയുണ്ടാവും. അത് എപ്പോഴെങ്കിലും സാധിക്കുമെന്നല്ല, അതിന് കൃത്യമായിട്ടുള്ള വളരെ കുറഞ്ഞ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതിനെയാണ് പൊതുവേ ഗോഡ്സ് നമ്പർ അഥവാ ദൈവത്തിൻ്റെ സംഖ്യ എന്ന് വിളിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത് റുബിക്സ് ക്യൂബിനെ കുറിച്ചാണ്. വെറും ഒരു 6 മുഖങ്ങളുള്ള കട്ട. ഈ 6 മുഖത്തും 6 നിറങ്ങൾ വരുന്ന രീതിയിൽ എല്ലാ കട്ടകളും സോൾവ് ചെയ്യുക എന്നുള്ളതാണ് റുബിക്സ് ക്യൂബിൻ്റെ ഏക ട്രിക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏക ഗെയിമിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. പക്ഷേ അത് പല രീതിയിൽ ഷഫിൾ ചെയ്തായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. സോ റുബിക്സ് ക്യൂബിന് പിന്നിലെ മെക്കാനിസം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കേസ് സ്റ്റഡിയിലേക്ക് പോകാം. പുറത്ത് നോക്കുമ്പോൾ ഇതൊരു 26 കളർഫുൾ പ്ലാസ്റ്റിക് കഷ്ണങ്ങളുള്ള ഒരു രൂപം മാത്രമാണ്. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു റുബിക്സ് ക്യൂബ് തന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എത്ര ചെറിയ ക്യൂബുകളുണ്ട് എന്ന് ചോദിച്ചാൽ മെജോറിറ്റി ആളുകളും ഉടനെ ഉത്തരം പറയും 27. നീളത്തിലും വീതിയിലും ഉയരത്തിലും 3 വെച്ചാണ്. അപ്പോൾ 3 × 3 × 3, അപ്പോൾ 3 9 9 3 27. കേൾക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ശരിയാണെന്ന് തോന്നും, പക്ഷേ ആ ഉത്തരം തെറ്റാണ്. അതിലാകെ 26 പീസുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഒരു ക്യൂബ് അവിടെ മിസ്സിംഗ് ആണെന്ന് കാണാം. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരൊറ്റ ക്യൂബ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സാധനം മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ക്യൂബിനെ മുഴുവനായിട്ട് ഒന്ന് അഴിച്ചു മാറ്റുകയാണെങ്കിൽ കൃത്യം വ്യത്യസ്തമായ 4 തരം പീസുകളെ, നിറങ്ങളെയല്ല പീസുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 8 കോർണർ പീസ്, അവയ്ക്ക് 3 നിറങ്ങൾ വീതം ഉണ്ടാവും. 12 എഡ്ജ് പീസുകൾ, അവയ്ക്ക് 2 നിറങ്ങളും ഉണ്ടാവും. 6 സെൻറ്റർ പീസുകൾ, അവയ്ക്ക് ഒരൊറ്റ നിറം മാത്രമേ ഉണ്ടാവൂ. ആരും കാണാൻ സാധ്യതയില്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. ഉള്ളിലെ വളരെ ചെറിയ ഒരു കോർ, ഒരു ചിലന്തിയെ പോലെ തോന്നിപ്പിക്കുന്ന ആ ഒളിഞ്ഞിരിക്കുന്ന കോറാണ് ഈ കണ്ടുപിടുത്തം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അതില്ലെങ്കിൽ റുബിക്സ് ക്യൂബ് എന്ന് പറയുന്ന സാധനമേ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി നിങ്ങൾ ആ സെൻറ്റർ പീസിനെ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയേ. മിക്ക ആളുകളും വിചാരിക്കുന്നത് അവ ക്യൂബിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ്. എന്നാൽ അവ ഒരിക്കലും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറുന്നില്ല.
അതിലെ വെള്ള സെൻറ്റർ പീസ് എപ്പോഴും മഞ്ഞ പീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് മാത്രമേ ഇരിക്കൂ. അതായത് കറങ്ങും പക്ഷേ മാറില്ല. നീല എപ്പോഴും പച്ചയ്ക്ക് ഓപ്പോസിറ്റായിട്ടിരിക്കും. ചുവപ്പ് എപ്പോഴും ഓറഞ്ചിന് ഓപ്പോസിറ്റായിരിക്കും. നിങ്ങൾ എത്രത്തോളം അത് അലങ്കോലമാക്കിയാലും ഈ ഒരു കാര്യം ഒരിക്കലും മാറില്ല. കാരണം ആ 6 സെൻറ്റർ പീസുകളും ഉള്ളിലുള്ള കോറുമായിട്ട് പെർമനൻ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവയ്ക്ക് അവിടെ ഇരുന്ന് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ പറ്റും. പക്ഷേ ഒരിക്കലും സ്വന്തം സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകാൻ കഴിയില്ല. ബാക്കിയുള്ള എല്ലാ പീസുകളും ഇതിനു ചുറ്റുമായിട്ട് ഓർബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അഥവാ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത്. എഡ്ജുകൾ സഞ്ചരിക്കുന്നു, കോർണറുകൾ സഞ്ചരിക്കുന്നു, എന്നാൽ അതിൻ്റെ സ്കെലറ്റൻ അഥവാ അസ്ഥികൂടം ഒരിക്കലും ചലിക്കുന്നില്ല എന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് മാത്തമാറ്റിക്കലായിട്ടുള്ളൊരു കാര്യം ആരംഭിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ മൂവ് വെറും ഒരു പീസിനെ മാത്രമല്ല മാറ്റുന്നത്, അത് വലിയൊരു സിസ്റ്റത്തെ ഒന്നാകെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ ലെയറും തിരിക്കുമ്പോൾ അതിൽ ഒന്നിലധികം പീസുകളെ ഒരുമിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് കാണാം. അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ഒരൊറ്റ പീസിനെ മാത്രം സ്വതന്ത്രമായിട്ട് മാറ്റുന്നില്ല, അല്ലെങ്കിൽ മാറ്റാൻ കഴിയില്ല എന്നാണ്. ഒരു കോർണർ ശരിയാക്കാൻ ശ്രമിച്ചു നോക്കിയേ, അതോടൊപ്പം മറ്റൊന്നുകൂടി മാറും. ഒരൊറ്റ എഡ്ജ് പീസ് മാത്രം ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കിയേ, മറ്റെന്തെങ്കിലും കൂടി അതിനോടൊപ്പം മാറിയേ തീരൂ. ക്യൂബിൻ്റെ ഉള്ളിലെ ഈ നിയമങ്ങൾ തെറ്റിക്കാൻ ക്യൂബ് നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങൾ അതിലെ പീസുകളെ ഇളക്കിയെടുത്ത് മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും സോൾവ് ചെയ്യാൻ കഴിയാത്ത, ഫിസിക്സ് അനുവദിക്കാത്ത അസാധ്യമായ പാറ്റേണുകളാണ്. അതായത് നിങ്ങൾ അതിനെ മൊത്തത്തിൽ ഊരിയിട്ടിട്ട് കൃത്യം അതിൻ്റെ സെൻറ്റർ പീസുകൾ അതിന് ഊരാൻ പറ്റില്ലല്ലോ. അപ്പോൾ സെൻറ്റർ പീസുകളെ നോക്കി നിങ്ങളിങ്ങനെ ബാക്കി പീസുകൾ കണക്ട് ചെയ്ത് എല്ലാ ഫേസിലും സെയിം കളർ വരുന്ന രീതിയിലാക്കിയാൽ ഓക്കെ. പക്ഷേ നിങ്ങൾ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഈ കോറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ കളറിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു കളറാണല്ലോ പെർമനൻ്റ്ലി. ആ ഓറിയൻറ്റേഷനും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അത് മാറ്റിയാലും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മാത്തമാറ്റിക്കലായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു എപ്പിക്കൽ പസിലാക്കി മാറ്റിയത്. നമുക്കിനി കഥയുടെ ബിസിനസ്സിൻ്റെ സൈഡിലേക്ക് നോക്കാം. ഉള്ളിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ യൂണിവേഴ്സ് ഒളിപ്പിച്ച് വെച്ച ഈ ക്യൂബ് പുറത്ത് ബിസിനസ്സിൻ്റെ ലോകത്തുണ്ടാക്കിയത് കേവലം ഭയങ്കര വെല്ലുവിളികളും മിസ്റ്ററിയൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഒരു എക്കണോമിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത്രയും വിജയകരമായിട്ടുള്ളൊരു ഉപകരണത്തിൻ്റെ വിജയത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലാഭം കിട്ടുന്ന ആർക്കാണ്? ആരാണിത് നിർമ്മിച്ചത്? ആരാണിതിൻ്റെ ലാഭം കൊയ്തത്? ഇന്ന് ഇത് ആരുടെ കയ്യിലിരിക്കുന്നു, അല്ലെങ്കിൽ ആർക്കാണ് ഉടമസ്ഥാവകാശം? ഈ ഒറ്റ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. ഒരു ജീനിയസ് എന്തെങ്കിലും കണ്ടുപിടിക്കുന്നു, ആ കണ്ടുപിടുത്തം ലോകം മുഴുവൻ ഏറ്റെടുക്കുന്നു, അതൊരു വലിയ കമ്പനിയായി ലോകമെമ്പാടും എത്തുന്നു. എന്നിട്ട് ആ ജീനിയസും കമ്പനിയും അതിൻ്റെ റിസൾട്ട് എന്നേക്കുമായിട്ട് അനുഭവിക്കുന്നു. ഇതൊക്കെയാണ് മിക്ക വിജയഗാഥകളിലും നമ്മൾ കാണുന്നത്. എന്നാൽ റൂബിക്സ് ക്യൂബിൻ്റെ യഥാർത്ഥ ചരിത്രം ഈ ധാരണയെ ഓരോ ഘട്ടത്തിലും നശിപ്പിക്കുന്നുണ്ട്. അതുണ്ടാക്കിയ ആൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകമെമ്പാടും ഇത് എത്തിച്ച കമ്പനിക്ക് അതിൻ്റെ മേലുള്ള നിയമപരമായിട്ടുള്ള അവകാശവും കോടതിയിൽ വെച്ച് നഷ്ടപ്പെട്ടു. ആ കമ്പനി തന്നെ 2 വർഷത്തിനുള്ളിൽ വിറ്റുപോയി എന്ന് കാണാം. അങ്ങനെ പല കൈകളിങ്ങനെ മറിഞ്ഞ് നിങ്ങൾ ഇന്നൊരു കടയിൽ പോയി ഒരു ക്യൂബ് വാങ്ങുമ്പോൾ ആ ഇടപാടിന് പിന്നിൽ 50 വർഷത്തിലധികമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ ഉടമസ്ഥാവകാശത്തിൻ്റെ നീണ്ട ചരിത്രം തന്നെ കാണാമെന്ന് പറയാം. സോ കഥ തുടങ്ങുന്നത് 1974 ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ്. എർണോ റൂബിക് എന്ന ആർക്കിടെക്ചർ പ്രൊഫസർ ഇത് നിർമ്മിച്ചത് ഒരു കളിപ്പാട്ടമായിട്ടൊന്നുമല്ല, തൻ്റെ വിദ്യാർത്ഥികൾക്ക് 3 ഡയമെൻഷണൽ സ്പേസും മൂവ്മെൻറ്റും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടീച്ചിങ് മോഡലായിട്ടാണ്. അദ്ദേഹം അതിന് ഹംഗേറിയൻ ഭാഷയിൽ ബുവോസ്കോക്ക എന്നാണ് പേരിട്ടത്, അതായത് മാജിക് ക്യൂബ് എന്ന് പറയാം. ഹംഗറിയിൽ 1977 അതിന് പേറ്റന്റ് കിട്ടി. പക്ഷേ ആ പേറ്റന്റിൻ്റെ പരിരക്ഷ ഹംഗറിക്ക് പുറത്തേക്ക് കാര്യമായിട്ട് വ്യാപിച്ചില്ല. ബെൽജിയത്തിലും അമേരിക്കയിലും മാത്രമാണ് പിന്നീട് അദ്ദേഹത്തിന് പേറ്റന്റിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടിയത്. അമേരിക്കൻ പേറ്റന്റ് ലഭിച്ചത് 1983 മാർച്ചിൽ മാത്രമാണ്, അതായത് ലോകമെമ്പാടും വിറ്റഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം. ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു ആശയം ജനിക്കുന്നതും ആ ആശയത്തിന് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നതും അത് ലോകം മുഴുവൻ എത്തുന്നതുമൊക്കെ ഒരുമിച്ചല്ല സംഭവിക്കുന്നത്. സോ ഈ ഗ്യാപ്പിലാണ് ബാക്കി എല്ലാ നിയമപ്രശ്നങ്ങളും വേരൂന്നുക. സത്യത്തിൽ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഹംഗറി ഈസ്റ്റേൺ ബ്ലോക്കിൻ്റെ ഭാഗമാണ്, അതായത് കോൾഡ് വാർ സമയത്തെ കമ്മ്യൂണിസ്റ്റ് ലോകത്തിൻ്റെ ഭാഗമാണ്. അവിടെ നിന്ന് ഒരു ഉൽപ്പന്നം വെസ്റ്റേൺ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എളുപ്പമുള്ള കാര്യമല്ല. ആദ്യത്തെ ഒരു റിയൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ബ്രേക്ക് വീണ് കിട്ടുന്നത് 1978 UK പെറ്റാങ്കിൾ പസിൽസ് എന്ന കമ്പനി ഈ സാധനം വിൽക്കാൻ തുടങ്ങി. പക്ഷേ ഇത് ശരിക്കും ലോകം മുഴുവൻ എത്തിച്ചത് ഒരു കമ്പനിയുടെ ദീർഘവീക്ഷണം കൊണ്ടല്ല. ടിബോർ ലാറ്റ്സി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ റൂബിക്കിൻ്റെ അനുവാദത്തോടെ തന്നെ 1979 ഫെബ്രുവരിയിൽ ജർമ്മനിയിലെ ന്യൂറൻബർഗ് ടോയ് ഫെയറിലേക്ക് ഈ ക്യൂബിനെ കൊണ്ടുപോയി. അതായത് ഹംഗറിക്ക് പുറത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് 7 ടൗൺസ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള ടോം ക്രെമർ ഇത് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന് ഉടനെ തന്നെ ഇതിൻ്റെ ഒരു വാണിജ്യ സാധ്യത മനസ്സിലായി. ആ ഒരൊറ്റ നിമിഷമാണ് ചരിത്രം മാറി മറിയുന്നത്.
സെവൻ ടൗൺസും റുബിക്കിൻ്റെ ഹംഗേറിയൻ പാർട്ട്നേഴ്സും ചേർന്ന് 1979 സെപ്റ്റംബറിൽ ഐഡിയൽ ടോയ് കോർപ്പറേഷനുമായി ഒരു ഗ്ലോബൽ എഗ്രിമെൻ്റ് ഒപ്പിട്ടു. ആദ്യത്തെ ഓർഡർ എത്രയാണെന്ന് അറിയാമോ? വെറും 10 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കുക. പിന്നീട് 500 ദശലക്ഷത്തിലേക്ക് വളരാൻ പോകുന്ന ഒരു ഉൽപ്പന്നത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ടോയ് കമ്പനികളിൽ ഒന്നുപോലും ആദ്യം കണക്ക് കൂട്ടിയത് ഇത്ര ചെറിയൊരു സംഖ്യ മാത്രമായിരുന്നു. ഇൻഡസ്ട്രി ഈ ഹിറ്റിനെ മുൻകൂട്ടി കണ്ടെത്തിയതേയില്ല. ലാറ്റ്സി, ക്രെമർ എന്നീ 2 ഇടനിലക്കാർ ഡിമാൻഡ് തെളിയിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് കമ്പനി അതിനെ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതും വളരെ ജാഗ്രതയോടെയാണ്. 1979 ഈ ടോയ് കമ്പനിയുടെ കണ്ണിലൂടെ നോക്കിയാൽ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു വാതുവെപ്പാണെന്ന് കാണാൻ പറ്റും. ഒരു ബോർഡ് ഗെയിമോ ഒരു ആക്ഷൻ ഫിഗറോ ഒന്നുമല്ല, ഒരു മാത്തമാറ്റിക്കൽ പസിലാണ്. മിക്കവർക്കും സോൾവ് ചെയ്യാൻ പോലും പറ്റാത്ത, വേറൊരാൾക്ക് ഇതിനെ മോഡൽ അന്നത്തെ കാലത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാധനം. അങ്ങനെ ഒരു സാധനത്തെ ആരാണ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം വാങ്ങിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് അത് കളയാനായിട്ട് ആരാണ് തയ്യാറാകുന്നത്? സോ ഈ യുക്തി തന്നെയാണ് ഒരു 10 ലക്ഷം യൂണിറ്റ് എന്ന ചെറിയ ഓർഡറിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ഈ 10 ലക്ഷം എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിലാണ്, ഒരു രാജ്യത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലോ ഒന്നുമല്ല. സോ ഐഡിയലിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ജാഗ്രതയോട് കൂടിയുള്ള പ്രൊഡക്ഷനാണ്. സോ ആരാണ് ഈ ആശയത്തിൽ നിന്ന് ആദ്യം ലാഭം കൊയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരം മിക്കപ്പോഴും ഇവിടെ ഈ ഒരു ഐഡിയ ഉണ്ടാക്കിയ ആളല്ല, ആ ആശയത്തിലേക്കുള്ള വഴി നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് കാണാൻ പറ്റും. ഐഡിയൽ മാജിക് ക്യൂബ് എന്ന് പറയുന്ന പേര് മാറ്റി റുബിക്സ് ക്യൂബ് എന്നാക്കി. 1980 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ലണ്ടൻ, പാരീസ്, ന്യൂറൻബർഗ്, ന്യൂയോർക്ക് എന്നീ നഗരങ്ങളിലെ ടോയ് ഫെയറുകളിൽ ഈ സാധനം ലോഞ്ച് ചെയ്തു. ഐഡിയലിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം തന്നെ ഈ പസിൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് ഒരു കുറവല്ല, അതൊരു വിൽപ്പനയുടെ തന്ത്രമായിട്ട് അവർ മാറ്റി. സാധാരണഗതിയിൽ ഒരു ഉൽപ്പന്നം എളുപ്പമാണെന്നും ആർക്കും ഉപയോഗിക്കാം എന്നും പറഞ്ഞാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. ഐഡിയൽ കണ്ടത് നേരെ വിപരീതമായിട്ടുള്ളൊരു സത്യമാണ്. ഒരു സാധനം എത്രത്തോളം നിങ്ങളെ തോൽപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ അതിനെ ജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അങ്ങനെ നിരാശയെ ഒരു ഉൽപ്പന്നമാക്കി വിറ്റു എന്ന് വേണമെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് കണ്ടെത്തിയ രീതിയിൽ പറയാം. അതിനുശേഷം സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. ടോയ് സ്റ്റോറുകൾ, ടെലിവിഷൻ ഷോകൾ, ക്ലാസ് മുറികൾ എല്ലായിടത്തും റുബിക്സ് ക്യൂബ് നിറഞ്ഞു. ഈ കോലാഹലത്തിനിടയിൽ എർണോ റുബിക്ക് സ്വയം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ പറയാം. ക്യൂബ് കണ്ടുപിടിക്കുന്ന സമയത്ത് റൂബിക്ക് ഒരു മാസം വെറും ഒരു $200 മാത്രം ശമ്പളം വാങ്ങുന്ന ഒരു ആർക്കിടെക്ചർ അധ്യാപകനായിരുന്നു. ക്രൈസ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ റോയൽറ്റിക്കായിട്ട് അദ്ദേഹത്തിന് പ്രതിമാസം ഏകദേശം $30,000 കൊടുത്തു തുടങ്ങി. ഹംഗറി അന്നൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. ആ വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്ക് വർഷങ്ങളോളം ഹംഗേറിയൻ ഭരണകൂടവുമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തു. ഇതൊരു രസകരമായിട്ടുള്ള വൈരുദ്ധ്യമാണ്. സ്വകാര്യ സ്വത്തിനെ തത്വത്തിൽ നിരാകരിച്ച ഒരു ഭരണകൂടം തന്നെ ആ വ്യക്തിയുടെ ബൗദ്ധികമായിട്ടുള്ള സ്വത്തിൽ, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു വിഹിതം എടുത്തു. അതായത് ഈ ക്യൂബിൻ്റെ മേലുള്ള നിയന്ത്രണത്തിനായി മത്സരിച്ച കമ്പനികളുടെ പട്ടികയിലേക്ക് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം കൂടി വന്നു. എന്നിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൽ നിന്നുള്ള ആദ്യത്തെ സെൽഫ് മെയ്ഡ് മില്യനെയർ എന്ന് റുബിക്ക് അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആസ്തി 90 ദശലക്ഷം മുതൽ $200 ദശലക്ഷം വരെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസമുണ്ട്. റുബിക്ക് വ്യക്തിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളർന്നു എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഐഡിയലിനെയോ അതിനുശേഷം വന്ന കമ്പനികളെയോ കൺട്രോൾ ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വരുമാനം വന്നത് ലൈസൻസിങ് റോയൽറ്റിയിൽ നിന്നാണ്. ബിസിനസ് നടത്തിപ്പിൻ്റെ അപകട സാധ്യതയോ കോടതി കേസുകളോ കമ്പനികളുടെ വാങ്ങൽ വിൽക്കൽ പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹത്തെ അതുകൊണ്ട് നേരിട്ട് ബാധിച്ചില്ല. സോ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ഇനി ആ കോർപ്പറേറ്റ് യന്ത്രത്തിലേക്ക് വരാം. ഐഡിയലിൻ്റെ സ്വന്തം അക്കൗണ്ട് ബുക്കുകൾ തുറന്നു നോക്കുമ്പോൾ ഈ കഥയുടെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഭാഗം കാണാൻ പറ്റും. 1979-80 സാമ്പത്തിക വർഷത്തിൽ ഐഡിയലിന് $3.7 ദശലക്ഷം ലാഭം ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത വർഷം, അതായത് 80-81 അതേ കമ്പനിക്ക് $15.5 ദശലക്ഷം നഷ്ടം വന്നു. 2 വർഷത്തിലും വിൽപ്പന ഏകദേശം ഒരേ നിലയിൽ തന്നെയായിരുന്നു, ഏകദേശം ഒരു 150 ദശലക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ അളവിൽ സാധനം വിറ്റിട്ടും ഒരു വർഷം ലാഭവും അടുത്ത വർഷം നഷ്ടവും വന്നു. ജനപ്രീതിയും സാമ്പത്തിക സ്ഥിരതയും ഒന്നും കാരണമല്ല അങ്ങനെ വരുന്നത്. ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് കുതിച്ചു വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള ചെലവ്, നിർമ്മാണം വർദ്ധിപ്പിക്കൽ, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ, അങ്ങനെ ആ സാധനങ്ങളെല്ലാം കൂടി ലാഭം തിന്നു തീർക്കും. മാത്രമല്ല ഡസൻ കണക്കിന് വ്യാജ കമ്പനികൾക്കെതിരെ, അതായത് ഇതിൻ്റെ ചൈനീസ് കോപ്പികൾ പോലെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ പുറത്തിറങ്ങുന്ന വ്യാജ കമ്പനികൾക്കെതിരെ കോടതിയിൽ കേസുകൾ വരികയും വൻതോതിൽ വ്യാജ ക്യൂബുകൾ വിപണിയിൽ വിലക്കുറവിൽ ലഭ്യമായപ്പോൾ അത് വലിയ നഷ്ടമായി മാറി. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ് കഥയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം. 1981 മെയ് മാസത്തിൽ ഡസൻ കണക്കിന് ഡിസ്ട്രിബ്യൂട്ടർമാർക്കും റീറ്റെയിൽമാർക്കും എതിരെ വ്യാജ ക്യൂബുകൾ വിൽക്കുന്നു എന്ന് ആരോപിച്ച് ഐഡിയൽ സിവിൽ കേസുകൾ ഫയൽ ചെയ്തു. തങ്ങളുടെ വിഹിതം സംരക്ഷിക്കാൻ ഒരു കമ്പനി ചെയ്യുന്ന ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് മറ്റൊരു വഴിത്തിരിവ് വരുന്നത്. ഐഡിയൽ ഇങ്ങനെ ഒരു അവകാശവാദം കാണിച്ചെങ്കിലും ലാറി ഡി നിക്കൾസ് എന്ന അമേരിക്കൻ ഇൻവെൻറ്റർ 1972 തന്നെ റുബിക്സ് ക്യൂബ് അമേരിക്കൻ മാർക്കറ്റിൽ എത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാവുന്ന പീസുകളുടെ
2x2x2 പസിൽ എന്നൊരു സാധനത്തിന് പേറ്റന്റ് എടുത്തിരുന്നു. അതായത് കാന്തങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ പസിൽ കണ്ടുപിടിച്ചു. അദ്ദേഹം ഐഡിയലിനെതിരെ പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് കേസ് ഫയൽ ചെയ്തു. റുബിക്സ് ക്യൂബ് അമേരിക്കയിൽ ഒരു പ്രതിഭാസമായി മാറുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രൂപ്പുകളായി തിരിഞ്ഞു നീങ്ങുന്ന പീസുകളുള്ള ക്യൂബ് എന്ന് പറയുന്ന ബേസിക് ആശയത്തിൻ്റെ പേറ്റന്റ് തനിക്കാണ് ഉള്ളത് എന്നാണ് നീക്കൾസ് വാദിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, 1984 ആ കേസിന് ഐഡിയൽ തോറ്റു. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ക്യൂബുകൾ വിറ്റ് ആ വിൽപ്പനയുടെ പേരിൽ മറ്റുള്ളവർക്കെതിരെ പൈറേറ്റഡ് കേസുകളൊക്കെ പറഞ്ഞ് കോടതി കയറ്റിയ ഒരു കമ്പനിക്ക് തങ്ങൾ വിൽക്കുന്ന സാധനത്തിൻ്റെ ആശയത്തിന് മുകളിലുള്ള അവകാശം നഷ്ടപ്പെട്ടു. സ്വന്തം ഉൽപ്പന്നത്തിൻ്റെ ഒറിജിൻ്റെ ഉടമസ്ഥതയുടെ കാര്യത്തിൽ അവരും പൈറേറ്റഡ് ആയിരുന്നു എന്നതാണ് വാസ്തവം. അതായത് അവർ അറിഞ്ഞുകൊണ്ട് മോഷ്ടിച്ചതോ റുബിക്സ് അറിഞ്ഞുകൊണ്ട് മോഷ്ടിച്ചതോ അല്ല. റുബിക്സ് അത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ വേറൊരാൾ കണ്ടെത്തിയിരുന്നു. ഇവരിത് കൊമേഴ്ഷ്യലൈസ് ചെയ്തപ്പോൾ വേറൊരാൾ അതിന് മേലെ അവകാശം ഉന്നയിച്ച് അത് വിജയിച്ചു. ഇനി എന്താണ് സംഭവിച്ചത്? റുബിക്സ് ക്യൂബിൻ്റെ ഗ്ലോബൽ ലോഞ്ചിന് ശേഷം വെറും 2 വർഷം കഴിയുമ്പോൾ, അതായത് ഒരു 1982 ഏപ്രിലിൽ ഐഡിയൽ ഏകദേശം $58 ദശലക്ഷം CBSന് വിറ്റുപോയിരുന്നു. ലോകത്തിലെ ഏറ്റവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം അവിടെ തീരുന്നില്ല. CBS പിന്നീട് ടോയ് ബിസിനസ്സിൽ നിന്ന് പിന്മാറി. ബ്രാൻഡ് 1987 വ്യൂ മാസ്റ്റർ ഇൻ്റർനാഷണലിലേക്കും 1989 ടൈക്കോ ടോയ്സിലേക്കും ഒടുവിൽ 1997 മാറ്റലിലേക്കും ഒക്കെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരേ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉടമസ്ഥാവകാശം 20 വർഷത്തിനുള്ളിൽ 5 തവണ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതൊന്നും റുബിക്സ് ക്യൂബിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടുള്ള ഇടപാടുകളായിരുന്നില്ല. ക്യൂബ് ഓരോ തവണയും വലിയ കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റിലെ ഒരു വരി ഇനമായിട്ട് മാറി. സോ ഇതിൻ്റെ മാത്തമാറ്റിക്സോ കൾച്ചറൽ ഇമ്പോർട്ടൻസോ ഇൻട്രസ്റ്റോ ഒന്നും കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൊണ്ടാണ് കമ്പനികൾ ഇതിങ്ങനെ വിറ്റ് പോയത്. പക്ഷെ അങ്ങനെ ആയപ്പോൾ ജനങ്ങൾ ഇതിനെ പരിഹസിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. 101 യൂസസ് ഫോർ എ ഡെഡ് ക്യൂബ് എന്ന പേരിലൊക്കെ അന്ന് പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1997 മാറ്റലിൻ്റെ കയ്യിലെത്തിയപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവസാനിച്ചു എന്ന് വിചാരിക്കാൻ പറ്റില്ല. ബ്രാൻഡിൻ്റെ അവകാശങ്ങൾ പിന്നീട് 7 ടൗൺസിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് ബാൻക്രോഫ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന നിക്ഷേപ സ്ഥാപനത്തിൻ്റെ കൈകളിലേക്ക് എത്താനും തുടങ്ങി. അങ്ങനെ ഒടുവിൽ 2021 ജനുവരി 4 ടോറൻറ്റോ ആസ്ഥാനമാക്കിയിട്ടുള്ള സ്പിൻ മാസ്റ്റർ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിലേക്ക് $50 ദശലക്ഷം റുബിക്സ് ബ്രാൻഡ് ലിമിറ്റഡ് മുഴുവനായി വാങ്ങപ്പെട്ടു. 50 വർഷം മുമ്പ് ജനിച്ച ഒരു മോഡൽ ഇന്നൊരു പബ്ലിക് ട്രേഡഡ് കനേഡിയൻ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലാണ് ഇരുന്നത്. ലോകമെമ്പാടുമുള്ള സീരിയസ് ആയിട്ടുള്ള സ്പീഡ് ക്യൂബർമാരിൽ ബഹുഭൂരിപക്ഷവും മത്സരിക്കുന്നത് റുബിക്സ് ബ്രാൻഡ് ക്യൂബ് ഉപയോഗിച്ചല്ല, GAN, MOU, QE പോലെയുള്ള തേർഡ് പാർട്ടി നിർമ്മാതാക്കളുടെ ക്യൂബ് ഉപയോഗിച്ചാണ്. കാരണം അവയ്ക്ക് കൂടുതൽ മിനുസമായിട്ട് തിരിഞ്ഞു വരാനും കാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റും ട്യൂൺ ചെയ്യാവുന്ന ടെൻഷൻ എന്നിവയൊക്കെയുണ്ട്. അതായത് പേരിൻ്റെ ഉടമസ്ഥത സ്പിൻ മാസ്റ്ററിൻ്റെ കയ്യിലാണെങ്കിലും ആ പേരിന് ജന്മം നൽകിയ യഥാർത്ഥ കമ്മ്യൂണിറ്റി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ബ്രാൻഡിനെ മറികടന്നു പോയിരുന്നു. കഥ അവിടെ അവസാനിക്കുന്നില്ല. 2025 ജൂലൈ 9, അതായത് ഏകദേശം 1 വർഷം മുമ്പ് യൂറോപ്യൻ യൂണിയൻ്റെ ജനറൽ കോർട്ട് ക്യൂബിൻ്റെ ആകൃതിയും അതിൻ്റെ നിറങ്ങളും ഗ്രിഡിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഒരു പ്രത്യേക കമ്പനിക്ക് ട്രേഡ് മാർക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഗ്രീസിലെ വെൽഡസ് ഇന്നൊവേഷൻസ് എന്ന് പറയുന്ന കമ്പനി 2013 തന്നെ ഈ ട്രേഡ് മാർക്കുകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഒരു ചെറിയ ഗ്രീക്ക് പസിൽ നിർമ്മാതാവ് ബഹുരാഷ്ട്ര കമ്പനിയായിട്ടുള്ള സ്പിൻ മാസ്റ്ററിനെതിരെ 12 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തിയാണ് വിജയിച്ചത്. സോ കോടതിയുടെ യുക്തി ലളിതമാണ്. ഈ റുബിക്സ് ക്യൂബിൻ്റെ ആകൃതി ഒരു അലങ്കാരമൊന്നുമല്ല, അത് ആ പസിൽ പ്രവർത്തിക്കാൻ ടെക്നിക്കലി ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സാധനത്തിന് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയില്ല. $50 ദശലക്ഷം കൊടുത്ത് ഈ ബ്രാൻഡ് വാങ്ങിയ അതേ കമ്പനിക്ക് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ തന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു. പേരും ലോഗോയും ഇപ്പോഴും അവരുടെ പേരിലുണ്ട്. പക്ഷേ ആ ആകൃതി അല്ലെങ്കിൽ ആ റുബിക്സ് ക്യൂബിനെ ക്യൂബാക്കുന്ന ആ സാധനം അത് പേഴ്സണലി ആർക്കും കൈവശം വയ്ക്കാൻ പറ്റില്ല. 50 വർഷത്തിനുള്ളിൽ ഈ ഒരൊറ്റ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം 7-ലധികം തവണ കൈമാറ്റം ചെയ്യപ്പെട്ടു. സോ ഈ വിധിക്ക് ശേഷം ലോകത്തിലെ എത്ര വലിയ കോടീശ്വരന്മാർ വിചാരിച്ചാലും ഈ വസ്തുവിനെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ കഴിയില്ല. അതായത് ലൈസൻസിങ്ങും കരാറുകളും കോടതിയും കേസുകളും ഒക്കെ ആയിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചവർക്ക് അതിൻ്റെ പസിൽ സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം. സോ തുടക്കത്തിൽ നമ്മൾ പുസ്തകങ്ങളിലൂടെയാണ് ഈ റുബിക്സ് ക്യൂബ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ പുസ്തകം കുറേ പേര് വിറ്റ് കാശാക്കി. പിന്നെ ഇൻ്റർനെറ്റ് വന്നു. ഒരു കാലത്ത് പണം കൊടുത്ത് വാങ്ങേണ്ടിരുന്ന അറിവ് ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഇതിൻ്റെ സൊല്യൂഷൻസ് കിട്ടാൻ തുടങ്ങി. സ്പീഡ് ക്യൂബിംഗ് എന്ന് പറയുന്ന ഒരു സംഘടിതമായിട്ടുള്ള ആഗോള കൾച്ചർ വളർന്നു വന്നു. 2004 വേൾഡ് ക്യൂബ്സ് അസോസിയേഷൻ അഥവാ WCA രൂപീകൃതമായി. ലോകമെമ്പാടുമുള്ള മത്സരങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ സംഘടനയാണ്. ഒരു ടോയ് കമ്പനിയൊന്നുമല്ല. ബ്രാൻഡ് അവകാശം 7 തവണ കൈമാറ്റം ചെയ്യപ്പെട്ട അതേ കാലയളവിൽ ക്യൂബ് സോൾവ് ചെയ്യാനുള്ള അറിവ് ഒരിക്കൽ പോലും ആർക്കും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഉടമസ്ഥാവകാശം കൈമാറാൻ പറ്റും, പക്ഷേ ഒരിക്കൽ സ്വതന്ത്രമായ അറിവ് കൈമാറാൻ പറ്റില്ല.
റുബിക്സ് ക്യൂബിന് ഇതൊരു പൂർണ്ണമായ സ്വാതന്ത്ര്യമല്ല. 7 റൗണ്ട്സിനും ഐഡിയലിനും അതിന് അധിക കാലം കയ്യിൽ വയ്ക്കാൻ കഴിഞ്ഞുമില്ല. CBS, വ്യൂ മാസ്റ്റർ, ടൈക്കോ, മാറ്റൽ, ബ്രാൻക്രോഫ്റ്റ്, ഒടുവിൽ സ്പിൻ മാസ്റ്റർ ഇവരാരും അതിനെ പിടിച്ചു നിർത്തിയതുമില്ല. സോ റുബിക്സ് ക്യൂബിൻ്റെ ബിസിനസ് കേസ് സ്റ്റഡിയും അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു റുബിക്സ് ക്യൂബിനെ ലക്ഷക്കണക്കിന് തവണ അറേഞ്ച് ചെയ്ത് മാറ്റി ഷഫിൾ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു റുബിക്സ് ക്യൂബിനെ സോൾവ് ചെയ്യാനായിട്ട് മാക്സിമം എത്ര മൂവ്മെൻറ്റുകൾ വേണ്ടി വരും? മാക്സിമം, അതായത് ലോകത്തിലുള്ള ഏത് അറേഞ്ച്മെൻറ്റും ആയിക്കോട്ടെ അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, അല്ലെങ്കിൽ എല്ലാ സൈഡും കൃത്യമായിട്ടുള്ള അതാത് കളറുകൾ മാത്രമാക്കി വരുത്താൻ കഴിയുക. പണ്ടത് ഒരുപാട് പേര് പരീക്ഷിച്ചു. ചിലർ ഇത്ര ഷഫിൾ ചെയ്താലും 50 തവണ തിരിച്ച് യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുവരാറുണ്ട്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് 45ആയി, 40ആയി, 30ആയി, 25ആയി. പക്ഷേ ഇന്നിപ്പോൾ AI ഒക്കെ വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള രീതിയിൽ പാറ്റേണുകൾ വെച്ചുകൊണ്ട് റുബിക്സ് ക്യൂബിനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു റുബിക്സ് ക്യൂബിനെ അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് എത്ര ഷഫിൾ ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും മാക്സിമം എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് 20 തവണ മൂവ് ചെയ്താൽ മതി. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിന് 20 തവണ. ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റുകളും ബിലോ 20 ടൈംസ് നമ്മൾ തിരിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ പാറ്റേണുകൾ അറിയാമെന്നുള്ളവർ അതിനെ ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. മാത്രമല്ല, നമ്മൾ കാണുന്ന പോലെ ഒരു കളർ പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അത് 3, 3, 6, 2, 8, 1, 9 കള്ളികളാണുള്ളത്. അതിനെ ഒരു സൈഡിൽ കൊണ്ടുവരണം. സോ ഇവിടെ ഒരു കളർ മാറി, സോ മറ്റേ സൈഡിൽ നിന്ന് കൊണ്ടുവരണം. അങ്ങനെയല്ല. റുബിക്സ് ക്യൂബിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ഇതിനെ സോൾവ് ചെയ്യുന്നത് പാറ്റേൺ ആയിട്ടാണ്. നമ്മൾ കാണുന്ന പോലെ കളറുകളായിട്ടല്ല, അവരിതിനെ ഗ്രൂപ്പുകളായിട്ടാണ് കാണുന്നത്. പല കളറുകളുള്ള ഗ്രൂപ്പ്, അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ്, അങ്ങനെ പല ടൈപ്പ് സൊല്യൂഷൻസ് റുബിക്സ് ക്യൂബിനകത്ത് കാണപ്പെടാറുണ്ട്. അത് മാത്രമല്ല, ചില എക്സ്പെർട്ട് ആയിട്ടുള്ള ക്യൂബ് സോൾവ് ചെയ്യുന്നവർ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നതായിട്ട് കാണാം. അവരെ കണ്ണിൽ ഇതൊക്കെ ഒരു പാറ്റേൺസ് ആണ്. അവർക്ക് പെട്ടെന്ന് ചെയ്ത് എക്സ്പെർട്ട് ആയിട്ടുള്ളത് നീക്കാനും തിരിക്കാനും എന്ത് ചെയ്യണം പല കൈകൾ കൊണ്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേണിലൂടെയാണ് അവർ റുബിക്സ് ക്യൂബിനെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. AI വരുമ്പോൾ AIയിൽ നമ്മൾ പ്രീ ലോഡഡ് ആയിട്ട് ഇതിൻ്റെ റൂൾസ് എല്ലാം കൊടുത്തിരിക്കും. ഇതിൻ്റെ സാധ്യതകളെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ സ്റ്റാർട്ട് പറയുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ തിരിക്കണമെന്ന് AI മനസ്സിലാക്കി വെച്ചിരിക്കും. സോ നമ്മൾ റുബിക്സ് ക്യൂബിനെ മെഷീൻസിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ മെഷീൻ അതിൻ്റെ വേഗത കൊണ്ട് എത്ര മൂവ്മെൻറ്റ് ചെയ്യണോ അത് ചെയ്ത് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ 1 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളൊരു മെഷീനെ ഇങ്ങനെ ലോഡ് ചെയ്യാതെ സ്വയം ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് പാറ്റേൺ ഉണ്ടാക്കി തിരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ റുബിക്സ് ക്യൂബ് പോലെ മിനുസമുള്ള 3D രൂപങ്ങൾ കയ്യിൽ പിടിക്കാനാണ് റോബോട്ടുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിരലുകളൊക്കെ ചലിപ്പിച്ച് കളറുകളൊക്കെ കറക്റ്റ് പിടിച്ച് ഒരു റോബോട്ടിനെ AI ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ പഠിച്ച് സോൾവ് ചെയ്ത് വരണമെങ്കിൽ മനുഷ്യൻ്റെ രീതിയിലാണെങ്കിലും ഒരു പ്രത്യേക പാറ്റേണിലൂടെ മാത്രമേ സാധിക്കൂ. അത് പഠിച്ചെടുത്ത് വരുന്നൊരു പാറ്റേൺ ആണ്. സോ അത്തരത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. റുബിക്സ് ക്യൂബിന് ലോക റെക്കോർഡുകളുണ്ട്. ആ വ്യക്തികളെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ലോകത്തെ പല ഭാഗത്തും വളരെ ചെറിയ സമയം കൊണ്ട് റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകളുണ്ടാവും റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന. ചിലർക്ക് ഇത് സമയം പോലുള്ളൊരു മാർഗ്ഗമാണ്. ചിലർക്ക് വളരെ സീരിയസ് ആയിട്ട് ചെസ്സ് പോലെ മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാറ്റേണുകളൊക്കെ ആലോചിച്ച് ഇന്ന കളർ ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്ന് നോക്കാതെ തന്നെ മനസ്സിലാക്കി ഈ 6 സൈഡുകളുടെ 3 സൈഡ് മാത്രം കണ്ട് ബാക്കി സൈഡ് സങ്കല്പിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സെൻറ്ററിലെ ആ ഒരു കോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിഡിൽ ഐക്കൺ വെള്ളയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്ന് സങ്കല്പിച്ച് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം ബുദ്ധി ഉപയോഗിക്കുന്ന പസിൽ സോൾവ് ചെയ്യാൻ അത്രത്തോളം കഴിവ് വേണ്ട, പ്രാക്ടീസ് ചെയ്യുന്നതോറും ഷാർപ്പാകുന്ന ട്രിക്കുകളിലൂടെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുത മെഷീനാണ് റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ റുബിക്സ് ക്യൂബിനെ നമുക്ക് ചെസ്സിനോട് തന്നെ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ പല സാധനങ്ങളും ഇത്തരത്തിൽ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോഴാണ് അതിന് സാധ്യതകൾ കൂടുന്നതും അത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഷാർപ്പാവുന്നതും. അത്തരം കാര്യങ്ങളാണ് വളരെയധികം ഇൻഡെക്സ് ആയിട്ടുള്ള ആളുകളെന്നല്ല എല്ലാ ആളുകളിലേക്കും ഇറങ്ങി ചെല്ലുന്നത്. സോ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും റുബിക്സ് ക്യൂബ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ മിക്കുള്ള ആളുകളും അത് കൈകൊണ്ടെടുത്തിട്ടുണ്ടാവും. ഇത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ? എന്ത് ട്രിക്കിലാണ് നിങ്ങൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത്? സോ അതിനെക്കുറിച്ച് താഴെ പറയാമോ? എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ